தமிழ் உங்களுக்கு புரியுமா? நான் தமிழில் பேசினா புரியுமா? எனக்கு கொஞ்சம் മലയാളം അറിയും. പക്ഷേ പറയുമ്പോൾ തെറ്റായിപ്പോമോ എന്ന് ഒരു പേടിയാണ്. എല്ലാ വാക്കുകളും ശരിക്ക് വരത്തില്ല, തെറ്റായുമോ, അതുകൊണ്ടാണ്. സാറയില്ലേ? പ്രൈസ് ഗാഡ്. ഒരു പാടൽ, ഒരു ചെറിയ പാടൽ ഒന്ന് പാടാം. அழைத்தவர் என்னை மறவார், அபிஷேகம் செய்தவர் மறவார். அழைத்தவர் என்னை மறவார், அபிஷேகம் செய்தவர் மறவார். மனிதனின் அன்பு நிலை மாறினாலும் மகிமையின் தேவன் என்னை மறவார். மனிதனின் அன்பு நிலை மாறினாலும் மகிமையின் தேவன் என்னை மறவார். மகிமையின் தேவன் என்னை மறவார். ஆண்டவரும் இரட்சகருமாயிருக்கிற இயேசுவின் நாமத்தில் உங்களுக்கு என் வாழ்த்துக்கள். அல்லேலூயா. எப்படி மலையாளத்தில் தொடங்கணும் எனக்கு தெரியல. மலையாளம் வரும்போது நான் சொல்கிறேன், சரியாக எனக்கு தெரியல. பிரைஸ் லார்ட். கர்த்தர் நல்லவர். ஆமென். നാഗർകോവിലിൻ്റെ ഡിപ്പോയിലെ കോർഡിനേറ്ററാണ് എന്നെ അവർ ആമേൻ സ്തോത്രം ഏർപ്പെടുത്തിയത്. ഈ സുവിശേഷ ഊഴിയത്തിൽ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സുവിശേഷം പറയുവാൻ ആഗ്രഹം കൊണ്ട് പാസ്റ്ററായിട്ടിരുന്ന ഞാൻ, 7 കൊല്ലം സഭ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ, കന്യാകുമാരി, എൻ്റെ വീട് കന്യാകുമാരി അടുത്ത് എൻ്റെ കുളച്ചൽ എന്ന് പറയുന്നവർ അറിയാം. കുളച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ്. ആ ദർശനം, ആ കടൽ മാർഗം അല്ലെങ്കിൽ കടപ്പുറത്തിലുള്ളവർക്ക് സുവിശേഷം അറിയിക്കാനായി ഞാൻ തിരുനെൽവേലി മാവട്ടത്തിലിരുന്ന് കടന്നു വന്ന്, ആദ്യം കടന്നു വന്നപ്പോൾ സുവിശേഷം എങ്ങനെ പറയണം, അല്ല എങ്ങനെ ചൊല്ലണം, പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന്, അപ്പോൾ ഒരു ദിവസം അതികാലയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കടപ്പുറത്തിൽ 48 ഗ്രാമമുണ്ട്, വില്ലേജുണ്ട്. അവിടെ ട്രാക്റ്റ് ഊഴിയം ചെയ്യണം, ട്രാക്റ്റ് കൊടുക്കണം. അങ്ങനെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു എണ്ണം തോന്നി. ഞാൻ കർത്താവിടത്ത് പ്രാർത്ഥിച്ച് ശരി ഈ കാര്യത്തിൽ ഞാൻ ഇറങ്ങാം എന്ന് ആഗ്രഹം കൊണ്ട്, എങ്ങനെ ഈ കടപ്പുറത്തുള്ള 48 ഗ്രാമങ്ങളിൽ ട്രാക്റ്റ് കൊടുക്കാൻ, ട്രാക്റ്റ് നമുക്കില്ല, അപ്പോൾ ട്രാക്റ്റ് ആര് തരും എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ട്രാക്റ്റ് എനിക്ക് തന്ന്. അപ്പോഴാണ് ഈ ശങ്കർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാർ, നമ്മുടെ ബ്രദർ സാജി കെ ജോസ് അവരെ ആമേൻ കാണാൻ എനിക്കറിയാം. അവർ ഒരു ദിവസം അതികാലയിലെ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന്, ട്രെയിനിൽ അതികാലയിൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന്, ആമേൻ ട്രാക്റ്റ് എത്ര വേണം, നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ച് ആമേൻ അവർ നാട്ടിൽ വന്നപ്പോൾ 7 ബോക്സിൽ ട്രാക്റ്റ് ഇവിടെ നിന്ന് അയച്ചങ്ങ്. அதுக்கு முன்பு ഒരു പാസ്റ്റർ ഇടത്തിൽ, ചെന്നൈയിൽ മെഡ്രാസിൽ ഒരു പാസ്റ്റർ ഇടത്തിൽ 50,000 ട്രാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ 50,000 ട്രാക്റ്റ് കിട്ടിയാൽ എല്ലാ വീടും കൊടുക്കാമല്ലോ എന്ന് ചൊല്ലി ഭയങ്കര സന്തോഷത്തോട് അത് നമുക്ക് ആമേൻ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 30,000 രൂപ ആകുന്നു. 50,000 ട്രാക്റ്റിന് 30,000 രൂപ കൊടുത്താൽ തരുമെന്ന്. നമുക്ക് 30 രൂപ പോലും നമ്മട്ടെ ഇല്ല. അപ്പോഴാണ് ഇവർ ഈ ട്രാക്റ്റൊക്കെ ഞങ്ങൾക്ക് അനുപ്പി തന്ന്. ഇന്നും പറയാം, ഇവിടെ പോലല്ല അവിടെ ശുശ്രൂഷ, സുവിശേഷം, ഈ ട്രാക്റ്റ് കൊടുക്കുന്ന കാര്യം ഇവിടെ പോലല്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരം കേരളയിൽ ഞാൻ പരസ്യം ചെയ്യുന്നു.
തിങ്കളാഴ്ച ആമേൻ തെരുപ്രസംഗം എന്ന് തമിഴിൽ പറയും, മലയാളത്തിൽ പരസ്യം. തിങ്കളാഴ്ച അവിടെ തിരുവനന്തപുരത്ത് നെയ്യൂർ ഡാം, വെള്ളറട, ആമേൻ കാരകോണം അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് പരിസരത്തേക്ക് പോകുമ്പോൾ ട്രാക്ടർ കൊണ്ടിടും. ആരിടത്ത് കൊടുത്താലും അവരിങ്ങനെ തന്നെ മേടിക്കും. ആരിടത്ത് കൊണ്ട് കൊടുത്താലും ഇങ്ങനെ തന്നെ ചെയ്യും, മേടിക്കും. ഒന്നും പറയത്തില്ല, ഒരു വാർത്ത കൂടെ അവർ മിണ്ടത്തില്ല. പക്ഷേ ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങൾ വ്യാഴാഴ്ച പോകും, പരിസരത്തേക്ക് പോകും. വ്യാഴാഴ്ച പോയിട്ട് പരിസരം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ തട്ടും ബാക്സ്, മതി മതി നിർത്ത്, നീ പോ, സ്ഥലം വിട്ടു പോ, ഇവിടെ ഉനക്ക് ജോലിയില്ല, ഉനക്ക് ഇവിടെ വേലയില്ല, പോ എന്ന് പറയും. അപ്പോണ്ടേ എടുത്തുകൊണ്ട് പോകും. ആ ട്രാക്ടർ കൊടുക്കുമ്പോൾ ആ കന്യാകുമാരി മാവട്ടത്തിൽ ചിലർ ആഗ്രഹം കൊണ്ട് അത് വേടിക്കും. ஆனால் കുറേ പേര് അത് വേടിക്കില്ല. ഹല്ലേലൂയ. ನಾವು കൊടുക്കുന്നവരെ ചീത്ത വിളിക്കും, കൊടുക്കുന്നവരെ ആമേൻ. അങ്ങനെയൊക്കെ ഞങ്ങളോട് കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യ, 2 കൊച്ചു പിള്ളേരുണ്ട്. ഒന്ന് 6 വയസ്സ്, ഒന്ന് 4 വയസ്സ്. ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. തോളിൽ ഒരുത്തൻ ഇരിക്കും, ട്രാക്ടർ ഒരു പക്കം, കൊണ്ടാണ് നടക്കുന്നത്. ഞങ്ങളോട് കൂടെ ഒരു ടീമുണ്ട്, 10-15 പേരുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറകു 2 മണിക്ക് പിറകു പോയി ഒവ്വൊരു ആമേൻ വില്ലേജ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ പോകത്തില്ല. 2 പേരായി പെരിയ വേനിൽ പോകും. 2 പേരായി ഇറക്കി വിട്ടുകൊണ്ട് പിന്നെ ഞാൻ ഒവ്വൊരു ടീമായിട്ട് കലക്ട് കൊണ്ട് എടുത്തുകൊണ്ട് വരും. ഒവ്വൊരു ആഴ്ചയും ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ദൈവം അവിടെ ട്രാക്ട് കൊടുത്തതെല്ലാം പോലീസ് കേസായി. ട്രാക്ട് ഞങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തിൽ കൊഞ്ചം മോളിൽ കൊടുത്തുന്ന ആ ഗ്രാമത്തിൽ കൊടുത്തുന്ന സഹോദരന്മാർ പോലീസ് കേസായി. പിന്നെ കുറേ കഷ്ടപ്പെട്ടവർ. ആയാലും ദേവൻ 4 പ്രാവശ്യം ആ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന് ഞങ്ങൾക്ക് ഈ ട്രാക്ട് കൊടുക്കാൻ ഇടയായി. ഈ ട്രാക്റ്റെല്ലാം ഇവിടെ നിന്ന് നമ്മുടെ PPC മൂലം സഹോദരർ സാജികை ജോസ് ഒരു കാശ് മേടിക്കാതെ പറഞ്ഞാൽ എനിക്ക് അവർ കാശ് തന്ന് അവർ ഈ ഊഴിയത്തെ ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞത്, സുവിശേഷത്തെ അറിവിക്കാവിട്ടാൽ വാസിக்கலாம். 1 കൊരിന്തിയருக்கு எழுதிய நிருபம், 1 கொரிந்தியர் நிருபம் 9வது அதிகாரம் 16வது வசனம் என்று நினைக்கிறேன். இல்லை 1 கொரிந்தியர் 1 கொரிந்தியர் 9:16. சுவிசேஷத்தை நான் பிரசங்கித்து வந்தும் மேன்மை பாராட்ட எனக்கு இடமில்லை, அது என்மேல் விழுந்த கடமையாய் இருக்கிறது. சுவிசேஷத்தை நான் பிரசங்கியாயிருந்தால் எனக்கு ஐயோ. அல்லேலூயா. அது எல்லார் மேலும், സകല ക്രിസ്ത്യാനി മേൽ വിളുന്ന ഒരു ചുമതാണ്. ഭാരം എന്ന് പറഞ്ഞാൽ ഭാരമാണ് ഒവ്വൊരു മേൽ വിളുന്ന ഭാരം. പൗൽ അപ്പോസ്തലൻ പറയുന്നു. അതുകൊണ്ട് ആ സുവിശേഷത്തെ ഞാൻ എത്ര തീവ്രം കാലം അവസാനമായി കടൈസി കാലായി അടയാളമൊക്കെ തോന്നി കുറച്ച് നാட்களே ഉള്ളു. ഈ നാட்களிலே കർത്താവിൻ്റെ ഈ സുവിശേഷത്തെ എவ்வளவு വേഗത്തിൽ ദേശം ഇവിടെ മാത്രമല്ല ദേശത്തിൽ ഞാൻ പറയുവാൻ അவ்வளவு ആഗ്രഹം കൊണ്ട് പറയുവാൻ ആമേൻ കർത്തർ നമുക്ക് സഹായം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച സാജികை ജോസ്, இந்த நாள் வந்து கூடியிருക്കുന്ന எல்லா சகோதர சகோதரிமாரையும் வாழ்த்து சொல்லி என் சாட்சியை முடிக்கிறேன். நன்றி.